രാഷ്ട്രപതി നാളെ ശബരിമലയിൽ. നാല് ദിവസ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് കേരളത്തിലെത്തി. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കറും മുഖ്യമന്ത്രി പിണറായി വിജയനും ചേർന്ന് രാഷ്ട്രപതിയെ സ്വീകരിച്ചു. രാഷ്ട്രപതി നാളെ ശബരിമലയിൽ ദർശനം നടത്തും. ശബരിമലയിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട്. വി അരുൺ തയ്യാറാക്കിയ റിപ്പോർട്ട്. 4 ദിവസത്തെ സന്ദർശനത്തിന് വേണ്ടിയാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു കേരളത്തിലെത്തിയത്. വിമാനത്താവളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും ചേർന്ന് രാഷ്ട്രപതിയെ സ്വീകരിച്ചു. നാളെ രാവിലെ 8 മണിയോടുകൂടി രാഷ്ട്രപതി ഇവിടെ നിന്ന് ഹെലികോപ്റ്ററിൽ നിലയ്ക്കലിലേക്ക് പോകും. നിലയ്ക്കലിൽ ഹെലിപാഡിൽ എല്ലാ സൌകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ കാലാവസ്ഥ പ്രതികൂലമാണെങ്കിൽ മറ്റു ചില മാർഗ്ഗങ്ങളും ആലോചിക്കുന്നുണ്ട്. കോന്നിയിൽ തന്നെ മറ്റൊരു സ്കൂളിന്റെ ഗ്രൌണ്ടിൽ ഇറങ്ങുന്നതിനുള്ള സാധ്യതകളും സുരക്ഷാ വിഭാഗം തേടുന്നുണ്ട്. ഏതായാലും ഇന്ന് രാത്രി രാജ്ഭവനിലാകും രാഷ്ട്രപതി തങ്ങുക. നാളെ നിലയ്ക്കലിൽ നിന്ന് പമ്പയിലേക്ക് റോഡ് മാർഗമാകും രാഷ്ട്രപതി പോവുക. അവിടെ പമ്പയിൽ കെട്ടുനിറച്ച് പ്രത്യേക വാഹനത്തിൽ രാഷ്ട്രപതിയും സംഘവും സന്നിധാനത്തേക്ക് എത്തും. 18-ാം പടി ചവിട്ടി രാഷ്ട്രപതി സന്നിധാനത്തേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ പൂർണ്ണ കുംഭം നൽകി അവരെ സ്വീകരിക്കാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. അതിനുള്ള തയ്യാറെടുപ്പുകളാണ് നടക്കുന്നത്. 50 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യയുടെ രാഷ്ട്രപതി സന്നിധാനത്തേക്ക് എത്തുന്നത്. നേരത്തെ വി ഗിരി രാഷ്ട്രപതിയായിരിക്കെ 70കളിൽ സന്നിധാനത്ത് ശബരിമലയിൽ എത്തിയിരുന്നു. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഈ സന്ദർശനം ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം രാഷ്ട്രപതിയുടെ ശബരിമല സന്ദർശനമാണ്. നാളെ വൈകിട്ടോടുകൂടി ശബരിമലയിൽ നിന്ന് പമ്പയിൽ നിന്ന് രാഷ്ട്രപതി തിരികെ രാജ്ഭവനിലെത്തും. ഗവർണർ ഒരുക്കിയിട്ടുള്ള വിരുന്നിൽ രാഷ്ട്രപതി പങ്കെടുക്കും. രാഷ്ട്രപതിക്കും വേണ്ടിയാണ് വിരുന്നൊരുക്കിയിട്ടുള്ളത്. അതിൽ മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും മറ്റ് പ്രധാനപ്പെട്ട വ്യക്തികളും ക്ഷണിക്കപ്പെട്ട അതിഥികളും പങ്കെടുക്കും. മറ്റന്നാൾ രാവിലെ KR നാരായണന്റെ പ്രതിമ രാജ്ഭവനിൽ രാഷ്ട്രപതി അനാച്ഛാദനം ചെയ്യും. രാംനാഥ് കോവിന്ദ് രാഷ്ട്രപതിയായിരിക്കെയാണ് രാജ്ഭവനിലെത്തുമ്പോൾ ഇവിടെ മലയാളി കൂടിയായ KR നാരായണന്റെ പ്രതിമ സ്ഥാപിക്കാൻ നിർദ്ദേശം നൽകിയത്. അന്ന് ആരിഫ് മുഹമ്മദ് ഖാനായിരുന്നു സംസ്ഥാന ഗവർണർ. മുഹമ്മദ് ഖാനും രാംനാഥ് കോവിന്ദും മറ്റന്നാളത്തെ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അതിനുശേഷം രാഷ്ട്രപതി ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരു സമ്മേളനത്തിൽ പങ്കെടുക്കും. അവിടെ നിന്ന് കോട്ടയത്തേക്ക് പോകുന്ന രാഷ്ട്രപതി അവിടുത്തെ പരിപാടിയിൽ പങ്കെടുത്ത ശേഷമാകും അടുത്ത ദിവസം കൊച്ചിയിലേക്ക് പോവുക. കൊച്ചിയിൽ നിന്ന് രാഷ്ട്രപതി ഡൽഹിയിലേക്ക് മടങ്ങും. ഏതായാലും ശബരിമല സന്ദർശനം തന്നെയാണ് രാഷ്ട്രപതിയുടെ ഇത്തവണത്തെ സന്ദർശനത്തിന്റെ ഹൈലൈറ്റ്.